കുറേയധികം നാളുകളായി തന്നെ എല്ലാവരും ദിലീപിനെയും കാവ്യയും ഒപ്പം ഒരുമിച്ച് കാണുന്നത് വളരെയധികം സന്തോഷമായി ഏറ്റെടുത്ത് വരികയായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദിലീപും കാവ്യയും ഒരുമിച്ച് എത്തിയില്ല. ഒരു പ്രത്യേക താരവിവാഹത്തിനിടയിലാണ് എല്ലാവരും ഇത് ശ്രദ്ധിച്ചത്. പിഷാരടിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നല്ല മനോഹരമായ താരവിവാഹം തന്നെയായിരുന്നു. ആ വിവാഹത്തിനാണ് ഇപ്പോൾ അതിഥിയായി ദിലീപ് എത്തിയിരിക്കുന്നത്. എല്ലാ തവണയും അതിഥിയായി എത്തുമ്പോൾ മകൾ മാവാട്ടിയും അതുപോലെ ഭാര്യ കാവ്യയും ദിലീപ് കൊണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് താരവിവാഹമാകുമ്പോൾ കാവ്യയ്ക്കും ക്ഷണം സ്വീകരിച്ചെത്താറുണ്ട്. എന്നാൽ ഇത്തവണ കാവ്യയെ ഒഴിവാക്കി തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട താരം എത്തിയത്. എന്തുകൊണ്ടാണ് ദിലീപ് അങ്ങനെ കാവ്യയെ ഒഴിവാക്കിയത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. വന്നിറങ്ങിയപ്പോൾ തന്നെ കാവ്യ ചേച്ചി വന്നില്ലേ എന്ന ചോദ്യം കേട്ട് പ്രേക്ഷകരുടെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ നിന്ന് തന്നെ ദിലീപ് കണ്ണ് ചിമ്മുകയായിരുന്നു. വന്നില്ല എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നു. ഒപ്പം കാര്യവും പറയുന്നുണ്ട്. മാധ്യമങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ ദിലീപ് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് സംസാരിക്കാറുള്ളത്. മാധ്യമവേട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ താൻ ഇരയായിട്ടുള്ള ആളാണ് എന്ന് ദിലീപ് എപ്പോഴും പറയാറുണ്ട്. ഒരു താരം ഇത്രയും അധികം മാധ്യമവേട്ടയ്ക്ക് ഇരയായിട്ടുണ്ടെങ്കിൽ അത് താൻ തന്നെയാണ് എന്ന് ദിലീപ് എപ്പോഴും അവകാശപ്പെടാറുമുണ്ട്. അതൊരു സത്യമാണ് എന്നും ദിലീപ് തന്നെ പലപ്പോഴും പറയാറുമുണ്ട്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് തൊട്ട് എന്തു തന്നെയായാലും പണ്ട് തൊട്ടേ മാധ്യമങ്ങൾക്ക് വിധേയനാകുന്ന ഒരു താരം തന്നെയായിരുന്നു ദിലീപ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ തന്നെ ശ്രദ്ധിക്കുമെന്നും തൻ്റെ കുടുംബത്തിന് പിന്നാലെ ഉണ്ടെന്നും ദിലീപിന് നന്നായി അറിയാം. അദ്ദേഹം നിരപരാധിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കോടതിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട്ടിൻ്റെ മുകളിൽ കൂടി ഡ്രോൺ പരത്തുകയും അവരുടെ വളരെയധികം പേഴ്സണൽ ആയിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തതിൻ്റെ പേരിൽ പോലും മാധ്യമങ്ങൾക്കെതിരെ അവർ കേസിന് പോയിരുന്നു. എന്നാൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ആ കേസ് അവിടെ വച്ച് അങ്ങ് തീർക്കുകയായിരുന്നു ചെയ്തത്. അതെല്ലാം തന്നെ അവരുടെ രീതിയാണ്. മാധ്യമങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുണ്ട് എന്ന് ദിലീപ് തുറന്നു സമ്മതിച്ചിട്ടുള്ളതാണ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ദിലീപ് അത്തരത്തിൽ സംസാരിച്ചതും. പ്രേക്ഷകരെല്ലാവരും അതേ സ്നേഹത്തോടെ തന്നെ ദിലീപിനോട് ഇപ്പോഴും പെരുമാറുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് കാവ്യയ്ക്ക് ഒരുപാട് ഹെയ്റ്റ് ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കാവ്യ ആരോടും മിണ്ടാതെ പോയ സമയമുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ലക്ഷ്യയ്ക്ക് വേണ്ടി താൻ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായേ മതിയാകൂ എന്നൊരു പേരിൽ തന്നെ കാവ്യ വീണ്ടും സജീവമായി എത്തി. അതോടെ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റുമെടുത്തു. അതോടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വളരെയധികം വൈറലായി. പ്രേക്ഷക പ്രീതിയും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അതുകൂടെ തന്നെ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്തു. ആരാധകർക്ക് വളരെയധികം സ്നേഹം തുളുമ്പുന്ന വാർത്തയായും ഇത് മാറുന്നുണ്ട് എന്ന് പറയാം. ആരാധകർക്ക് വളരെയധികം സ്നേഹം മാത്രമല്ല, കാവ്യയോടും ദിലീപിനോടും ഇപ്പോൾ വല്ലാത്ത ഒരു അനുകമ്പയുമുണ്ട്. ഒരുപാട് നാളുകൾ മാധ്യമങ്ങൾ വളരെയധികം ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് കൂടി എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. വളരെയധികം സോഷ്യൽ മീഡിയ പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ഒരു വാർത്തയെപ്പറ്റി കേൾക്കുകയും ചെയ്യുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ അറിയുക മാത്രമല്ല, ഓരോ തവണയും പ്രേക്ഷകരെല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചും കൂടിയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ കാവ്യയും ദിലീപിനെയും കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഓരോന്നും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.